ഒരിക്കൽ കൂടി എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോണം. അച്ഛനെ കൊന്ന കുറ്റവാളിയെയോ അതിന് കാരണക്കാരായവരെയോ തിരയാനല്ല. പിന്നെ എന്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിനെ കൊന്നതിനുള്ള ശിക്ഷ കുറ്റവാളിക്ക് വാങ്ങിക്കൊടുക്കാൻ. എന്താ അത് കൊലക്കുറ്റമല്ലേ? അത് ചെയ്തവർക്കും ശിക്ഷ കിട്ടണ്ടേ? കിട്ടണം, കിട്ടിയേ പറ്റൂ. അതും ഈ കല്യാണിയുടെ വാശി തന്നെയാ. നിങ്ങളെല്ലാരും കൂടി മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും ഞാനത് തിരിച്ചറിഞ്ഞു. എന്റെ ദൈവങ്ങൾ അതെനിക്ക് കാട്ടിത്തന്നു. ഞാൻ ദൈവത്തെ പോലെ തന്നെ കാണുന്ന ഒരാളാ എന്റെ കുഞ്ഞിനെ. എന്റെ അച്ഛനെ കൊന്നത് വല്യുകുഞ്ഞിന്റെ അമ്മയാണെങ്കിൽ എന്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിനെ കൊന്നത് വല്യുകുഞ്ഞിന്റെ അച്ഛനാ, തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ. അല്ലെന്ന് പറയാമോ? എന്റെ വല്യുകുഞ്ഞ് പറഞ്ഞ ഞാനത് വിശ്വസിക്കാം. എന്താ മറുപടി ഇല്ലാത്തത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ആരാ ഇപ്പൊ പ്രതികാരം ചെയ്തത്? ഡ്രൈവർ ദാസിന്റെ മകള് കല്യാണിയോ അതോ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയും ശിവരാമകൃഷ്ണനോ? എനിക്ക് മറുപടി കിട്ടണം. അപ്പോ എല്ലാരും കൂടി എന്റെ വല്യുകുഞ്ഞും കൂടി ഉൾപ്പെടെയാണോ ആ കൃത്യം നിർവഹിച്ചത്? കല്യാണി, ആ ഡോക്ടർ അഖില മേഡത്തിന് ഏൽപ്പിച്ച ഗുളിക എന്നെ കഴിപ്പിച്ചത് ശിവരാമകൃഷ്ണൻ സാറല്ലേ? ഹോസ്പിറ്റലിൽ വെച്ച് വല്യുകുഞ്ഞ് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാ എന്നോട് ഇത് പറയാതിരുന്നത്? എന്തിനാ എന്നോട് മറച്ചു വെച്ചത്? അപ്പോ വല്യുകുഞ്ഞും കൂടി അറിഞ്ഞ എനിക്ക് അബോർഷൻ ഗുളിക തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കങ്ങനെ സംശയിച്ചൂടെ? അപ്പോ പ്രതികാരം എന്നോടാണ് ചെയ്തത് നിങ്ങൾ എല്ലാവരും ചേർന്ന്. എനിക്കാരോടും ഒരു പ്രതികാരമില്ല. സത്യം അറിയണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ എല്ലാവരും ചതിച്ചു. എന്നെ വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാമായിരുന്നു. എന്റെ കുഞ്ഞിനെ എന്തിനാ കൊന്നു കളഞ്ഞത്? ഞാൻ എവിടെയെങ്കിലും പോയി കൂലിവേല ചെയ്തിട്ടാണെങ്കിലും എന്റെ കുഞ്ഞിനെ പൊന്നു പോലെ വളർത്തി ജീവിച്ചേനെ. എന്തിനാ വല്യുഞ്ഞ നിങ്ങളെ മഹാപാപം ചെയ്തത്? ഈ പാവയുടെ വയറ്റി പറന്നു പോയതാണോ എന്റെ കുഞ്ഞു ചെയ്തത്? അമ്മയ്ക്ക് ബലിയൂട്ടിട്ട് വന്നതല്ലേ? ഈ ഭൂമിയിൽ ജനിക്കാതെ പോയ എന്റെ കുഞ്ഞിന് വിളിച്ചോറിട്ട് വെക്കേണ്ട ഗതികേട് എനിക്കിപ്പോ വന്നിരിക്കുന്നത്. എന്താ ഒരു ബലിത്തറ ആ കുഞ്ഞിന് വേണ്ടി വല്ലോ എനിക്ക് ഒരുക്കി തരാമോ? അതിനും ഉത്തരവില്ലല്ലേ?
എന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം തരാൻ ആർക്കും കഴിയില്ല. ഞാൻ ആരെ വിശ്വസിക്കേണ്ടത്? എന്നെ ആരോ ഒന്ന് ആശ്വസിപ്പിക്കാൻ. എന്നോടിത് വേണ്ടായിരുന്നു വല്യുഞ്ഞ്, വേണ്ടായിരുന്നു. അരവിന്ദ്, എന്റെ അഭിപ്രായത്തിൽ ഇനി വൈകിക്കണ്ട. എത്രയും പെട്ടെന്ന് അങ്കിളിനെ ഒരു ഡോക്ടറെ കാണിക്കുന്നതാ നല്ലത്. വേറൊന്നും ഉണ്ടാവില്ല അരവിന്ദ്. ശരീരത്തിലെ സോഡിയവും പൊട്ടാസ്യവും കുറയുമ്പോ ഇങ്ങനൊക്കെ സംഭവിക്കും. ഒരുപാട് രോഗത്തിന് മെഡിസിൻ കഴിക്കുന്ന ആളച്ഛൻ. അമ്മയുടെ മരണത്തിൽ നിന്നുണ്ടായ ഷോക്കല്ലേ, അത് മാറും. നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ഗത്യന്തരം ഇല്ലെങ്കിൽ പിന്നെ ഡോക്ടറെ കാണിക്കലേ നിവൃത്തിയുള്ളൂ. അമ്മയില്ലാത്തൊരു ലോകം അച്ഛനില്ല. അമ്മയ്ക്കും അങ്ങനെ തന്നെയാ. അതെനിക്കറിയാം അരവിന്ദ്. വാക്കുകൾക്കും വർണ്ണനകൾക്കും അതീതമാണ് അവര് തമ്മിലുള്ള ഹൃദയബന്ധം. പക്ഷെ മനസ്സെന്ന് പറയുന്നത് ഒരു വല്ലാത്ത ലോകമാ. അങ്കിളുടെ മനസ്സിലൂടെ ഇപ്പൊ എന്തൊക്കെ ചിന്തകളാ കടന്നു പോകുന്നെന്ന് തന്നെ അറിയില്ല. ആഹാരമെങ്കിലും കഴിച്ചിരുന്നെങ്കിൽ പകുതി സമാധാനം ഉണ്ടാവുമായിരുന്നു. ഇതതുമില്ല, ഉറക്കവുമില്ല. അപ്പോ അച്ഛനൊന്നും കഴിക്കുന്നില്ലേ? ഇല്ലെന്നാ സ്റ്റാഫ് പറഞ്ഞത്. ഒരുമിച്ചിരുന്നുള്ള ആഹാരം കഴിപ്പൊക്കെ നിന്നില്ലേ? അല്ല ചേച്ചി, അച്ഛൻ ആഹാരമൊന്നും കഴിക്കുന്നില്ലേ? ഇല്ല സർ, ഒന്നും കഴിക്കുന്നില്ല. ചായ കൊണ്ടുകൊടുത്തിട്ട് അതുപോലും കുടിക്കുന്നില്ല. ഞാനിത് അങ്ങോട്ട് ചോദിക്കുമ്പോഴല്ലേ ഇങ്ങോട്ട് പറയേണ്ടത്. ഞാൻ നന്ദന മേഡത്തിനോട് പറഞ്ഞതാണ് സർ. ശരി, ആഹാരം എടുത്ത് വെക്ക്. നന്ദന വാ. അച്ഛാ, അച്ഛാ, ഇവിടെയൊന്നും ഇല്ലല്ലോ നന്ദന. അല്പം മുമ്പ് ഇങ്ങോട്ടാണല്ലോ കയറിയത്. പിന്നെ ഇത് എപ്പ ഇറങ്ങിപ്പോയി? ഇനി മുകളിലുണ്ടാവോ? വാ നോക്കാം. സുജാത, അങ്കിളിനെ കണ്ടോ? റൂമിലില്ലല്ലോ. കുറച്ചു മുൻപ് വരെ അവിടെ ഉണ്ടായിരുന്നു മാഡം. പിന്നെ അച്ഛനത് എവിടെ പോയി? വാ മുകളിൽ നോക്കാം. അങ്കിൾ, അച്ഛാ, അച്ഛാ, അങ്കിൾ, അച്ഛാ, അച്ഛാ.
അച്ഛാ അവിടെ ഇല്ലേ? ഇല്ല, ഇവിടെ എങ്ങും ഇല്ല. അച്ഛൻ പിന്നെ എങ്ങോട്ടാ പോയത്? ഇനി പുറത്തേക്ക് എങ്ങാനും പോയോ? ഞാൻ അവിടെ നോക്കിട്ട് വരാം, നീ അവിടെ നോക്ക്. അങ്കിൾ, അച്ഛാ അച്ഛാ അങ്കിൾ ഇവിടെ ഉണ്ട് അരവിന്ദ്. അങ്കിൾ, അങ്കിൾ ഇത് എവിടെ പോയിരുന്നു? ഞാൻ അകലെ തിരക്കി പോയതാ. അവള് ചിലപ്പോഴൊക്കെ ഈ പടിയിറങ്ങി താഴെ പോയി നിൽക്കാറുണ്ട്. നല്ല പ്രകൃതി ഭംഗിയല്ലേ? നല്ല കുളിരുള്ള കാറ്റും താഴ്വരയിലെ പക്ഷികളും മുകളിൽ കുങ്കുമം പൂശിയ ആകാശവും. പണ്ടൊക്കെ ഇവിടെ വരുമ്പോ ഞാനും അവളോടൊപ്പം കൂടാറുണ്ടായിരുന്നു. അരുൺ, ഇവിടെ ഇവിടെ താഴത്തൊക്കെ വെച്ച് താരാണ് ഇത്രയും വിറകിട്ട് കത്തിച്ചിരിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ ആരാണത് ചെയ്തതെന്ന്? എന്തൊരു പ്രത്യേകത! ആ കുറിപ്പായിരിക്കും ചെയ്തത്. നോക്കിയിട്ട് അയാളെ കാണാനില്ല. ഇങ്ങോട്ട് വരട്ടെ. വന്നു വന്നും ഇവിടെ ഇപ്പൊ ഒരു നാഥനില്ലാത്ത കളര് പോലെ. കുറുപ്പേട്ടൻ ഇങ്ങോട്ട് വരാതായിട്ട് ദിവസം കുറച്ചായി. എന്തോ ചുറ്റിക്കളി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാ അഖില ഒരു 1.5 മണിക്കൂർ ഇവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും മാറിയെന്നാൽ അപ്പൊ ഇവിടെ എല്ലാ കാര്യങ്ങൾക്ക് താളം തെറ്റും. കുടുംബിനി ഇല്ലാത്ത കുടുംബത്തിൽ ഇരുട്ട് തന്നെയാ. ഗൃഹലക്ഷ്മി മാറുന്ന നേരത്ത് മൂദേവി വന്ന് കയറുവന്നത് എത്ര ശരിയാ. രണ്ടുപേരോടും കൂടെ ഞാൻ പറയാ, ആ കുറുപ്പിനെ കൊണ്ട് അവിടെ കത്തിച്ച ചാരവും കരിയും ഒക്കെ വാരി കളയിപ്പിക്കണം. എടാ അഖില വന്ന് കണ്ട അതും മതി. അഖില ഇവിടെ പോയിരിക്കുക. വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല. ഒരു മകനും മരുമോളും ഇവിടെ ഉണ്ട്. അമ്മ എവിടെ നിന്ന് പോയിരിക്കുകയാണെന്ന് എന്തോ അന്വേഷിക്കണ്ടേ? അതിൽ അവളുടെ കാര്യത്തിൽ മക്കൾക്ക് പോലും ഒരു ഉത്തരവാദിത്തമില്ല. അച്ഛാ അത് പിന്നെ അരുൺ, നീ ഇങ്ങനെ ആവരുത്. അമ്മ എന്ന് പറയുന്നത് വസുന്ധരയാണ്, ജീവിച്ചിരിക്കുന്ന സത്യമാണ്. അമ്മയെ വേദനിപ്പിച്ച ദൈവം നേരിട്ടിറങ്ങി വന്ന് നിന്നെ ശപിച്ചുകളെ. അരുൺ മോനെ, നീ എന്തിനാ വിഷമിക്കുന്നത്? നീ അച്ഛന്റെ പൊന്നുമോനല്ലടാ. നിന്നെ എനിക്ക് വിശ്വാസമാണ്. നീ അമ്മയെ വിഷമിപ്പിക്കില്ല. അങ്കിൾ, അങ്കിൾ വാ. അങ്കിളൊന്നും കഴിച്ചിട്ടില്ല. വാ, ആഹാരം കഴിക്കാം. എന്താ നന്ദന മോളെ പറയുന്നത്? എന്റെ അഖില ഇല്ലാതെ ഞാൻ ആഹാരം കഴിക്കും? അവൾ വരട്ടെ, അവൾ ഇപ്പോ വരും. പണ്ട് മുതലേ പ്രിയപ്പെട്ടവർ പലരും പരിഹസിക്കാറുണ്ട്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയും ശിവരാമകൃഷ്ണനും ഉമയും ശിവനും പോലെയാണെന്ന്. അല്ല, അത് വാസ്തവ. അഖിലയുടെ ജീവശ്വാസം പടരാത്ത പരിസരത്ത് എനിക്ക് ശ്വാസം വിട്ടു. അച്ഛാ നമുക്ക് താഴേക്ക് പോവാം. ശരിയാ, താഴേക്ക് പോവാം. ഒരുപക്ഷെ അവൾ അവിടെ വന്നിരിക്കുകയാണെങ്കിലോ?
അഖില അഖില വന്നില്ലേ? സുജാത സർ. അഖില വന്നില്ലേ? വന്നില്ല സർ. ഈ അഖില എന്തിനാ എന്നെ എങ്ങനെ വിഷമിപ്പിക്കുന്നത്? അങ്കിൾ വന്നേ. ഫുഡ് എടുത്ത് അങ്കിൾ ഇവിടെ ഇരുന്നേ. ഇരിക്കങ്കിൾ. എന്തിന്? ആഹാരം കഴിക്കാനാണെങ്കിൽ അഖില കൂടെ വരട്ടെ മോളെ. അഖിലാന്റി എന്നോട് പ്രത്യേകം പറഞ്ഞിട്ട് പോയതാ അങ്കിളിനെ നിർബന്ധിപ്പിച്ച ആഹാരം കൊടുക്കണോന്ന്. ആണോ? അഖില അങ്ങനെ പറഞ്ഞു? ആ വാ. എന്താ വരെ ഇരിക്കാം. ബാബാ മാത്രമല്ല ഇതെല്ലാം അഖിലാന്റി ഉണ്ടാക്കി വെച്ചിട്ട് പോയതാ അങ്കിളിന് വേണ്ടി മാത്രം. അങ്കിൾ ഇത് കഴിച്ചില്ലെങ്കിൽ അഖിലാന്റി ഒരു അക്ഷരം മിണ്ടില്ല എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പിന്നെന്തുകൊണ്ട് നീ നേരത്തെ പറഞ്ഞില്ല? കഴിച്ചില്ലെങ്കിൽ അഖില പിണങ്ങും. അഖില പിണങ്ങുന്ന എനിക്ക് സഹിച്ചോക്കില്ല. ഞാൻ ആഹാരം കഴിക്കാണ്, നിങ്ങളെല്ലാവരും സാക്ഷികൾ കേട്ടാ. ഇല്ലെങ്കിൽ അഖില വിശ്വസിക്കില്ല. ഞാൻ കള്ളം പറഞ്ഞാണെന്ന് അഖില വിചാരിക്കും. അഖിലയുടെ കൈപുണ്യം അത് ഞാൻ വേറൊരാളിനും കണ്ടിട്ടില്ല. എത്രയും ബാസി? കാശിനെ പിന്നെ മേടിച്ചോളാം. വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇത് പിടിക്ക. അണ്ണാ വേണ്ടണ്ണ, അതിരുന്നോട്ടെ. ഇത് പിടിക്കേ. വല്യുഞ്ഞെ ചേച്ചി കണ്ടില്ലേ? ഇല്ല. കല്യാണി അവിടെ പോയി. അത് ചേച്ചി 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 ശിവരാമൻ സാറിനെ കാണാനായി പോയി. കല്യാണി അങ്ങോട്ട് പോയോ? എന്തിന്? അവൾക്ക് അവിടെ എന്താ കാര്യം? അത് എന്റെ അച്ഛനെ കൊന്നത് വല്യുഞ്ഞിന്റെ അമ്മയാണെങ്കിൽ എന്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിനെ കൊന്നത് വല്യുഞ്ഞിന്റെ അച്ഛനാ, തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ. വല്യുഞ്ഞെ എന്താ നീ കൂട്ടാ? എന്തിനാ നീ കരയുന്നേ? അനിയൻകൂട്ട കാര്യം പറ. എന്തിനാ വല്യുഞ്ഞെ നിങ്ങൾ തമ്മിൽ വഴക്കൂടുന്നേ? എന്തൊരു സ്നേഹമായിരുന്നു നിങ്ങൾ തമ്മിൽ. നിങ്ങൾ തമ്മിൽ വഴക്കൂടുന്ന കണ്ട എനിക്ക് സഹിക്കില്ല വല്യുഞ്ഞെ. എന്റെ കാര്യം വിട്ടേക്ക്. എന്റെ ചേച്ചിക്ക് വല്യുഞ്ഞല്ലാതെ മറ്റാരും ഇല്ല. എന്റെ ചേച്ചിയുടെ പെണങ്ങല്ലേ വല്യുഞ്ഞെ. അനിയൻകൂട്ട, നീ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. നീ പഠിക്കാൻ നോക്ക. കരയണ്ട, ഒന്നുമില്ല. അണ്ണാ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. വർക്ക്ഷോപ്പിൽ കയറ്റിയാലേ പറ്റൂ. ബാസി നീ വണ്ടി എടുക്ക. എങ്ങോട്ടാ? വണ്ടി എടുക്ക, പറയാം. ശരി. എവിടെ? ഓ അത് വേണ്ട. കല്യാണി